ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് 2 എക്കണോമിക്സിന്റെ പരീക്ഷയിൽ പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്നും സേവിങ്സ് എത്രയാണ്, അല്ലെങ്കിൽ APC, MBC, APS, MBS തുടങ്ങിയവയൊക്കെ കണ്ടെത്താൻ ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു 5 മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് APCയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. APC എങ്ങനെ കണ്ടെത്താൻ പറ്റും? കൺസപ്ഷൻ ബൈ ഇൻകം. നമ്മുടെ ഉപഭോഗം എത്രയാണോ അതിനെ എന്ത് ചെയ്യണം? ഇൻകം, വരുമാനം കൊണ്ട് ഹരിക്കുന്നതാണ് APC എന്ന് പറയുന്നത്. അടുത്ത MBC എന്താണ്? ചേഞ്ചസ് ഇൻ കൺസംഷൻ, അതായത് ഉപഭോഗത്തിൽ വന്നിട്ടുള്ള മാറ്റം ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം, വരുമാനത്തിൽ വന്ന മാറ്റം. APS എങ്ങനെ കണ്ടെത്താൻ പറ്റും? സേവിങ്സ് ഡിവൈഡ് ബൈ ഇൻകം, സേവിങ്സിനെ വരുമാനം കൊണ്ട് ഹരിക്കുന്നതാണ് APS എന്ന് പറയുന്നത്. അതുപോലെ MBS എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ചസ് ഇൻ സേവിങ്, അതായത് ഡെൽറ്റ എസ് ആണ്, ചേഞ്ചസിനെ ഡെൽറ്റ എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം MBS എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സേവിങ്സിൽ വരുന്ന മാറ്റം ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം, ഇൻകത്തിൽ വരുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ് ഇതാണ്: ഫൈൻഡ് സേവിങ്, APC, MBC ആൻഡ് APS ആൻഡ് MBS ഇൻ ദ ഗിവൺ ടേബിൾ. ചൂടെ തന്നിരിക്കുന്ന ടേബിളിൽ ഇൻകം തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ വരുമാനം തന്നിട്ടുണ്ട്, കൺസപ്ഷൻ നമ്മുടെ ഉപഭോഗം തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ സേവിങ്സ് എത്രയാണ്, അതുപോലെ APC എത്രയാണ്, MBC, APS, MBS തുടങ്ങിയവയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് കണ്ടെത്താനുള്ളത് സേവിങ്സ് ആണ്, അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? നമ്മുടെ വരുമാനം എത്രയാണ്, അതിൽ നിന്നും നമ്മൾ ചിലവാക്കിയ നമ്മുടെ ഉപഭോഗം എത്രയാണ്, ഇത് തമ്മിൽ കുറയ്ക്കുന്നതാണ് സേവിങ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഇൻകം 15,000, കൺസപ്ഷൻ 15,000. അപ്പോൾ ഈ 15,000-ൽ നിന്നും കൺസപ്ഷൻ 15,000 കുറയ്ക്കുന്നതാണ് നമ്മുടെ സേവിങ്സ്. എത്രയാണ്? 0 ആണ് വരുന്നത്. അടുത്ത നോക്കിയേ, ഇൻകം തന്നിരിക്കുന്നത് 20,000 ആണ്, കൺസപ്ഷൻ തന്നിരിക്കുന്നത് 18,000 ആണ്. അപ്പോൾ 20,000-ൽ നിന്നും 18,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 2,000 ആണ് അവിടുത്തെ സേവിങ്സ് ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കിക്കോ, ഇൻകം തന്നിരിക്കുന്നത് 25,000 ആണ്, കൺസപ്ഷൻ തന്നിരിക്കുന്നത് 21,000 ആണ്. അപ്പോൾ 25-ൽ നിന്നും 21,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 4,000 ആണ് അവിടുത്തെ സേവിങ് ആയിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ, ഇൻകം 30,000 ആണ്, കൺസപ്ഷൻ 23,500 ആണ്. അപ്പോൾ 30,000-ൽ നിന്നും 23,500 കുറയ്ക്കുമ്പോൾ നമുക്ക് സേവിങ്സ് എത്ര കിട്ടി? 6,500 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് APC ആണ്. എങ്ങനെയാണ് APC കണ്ടെത്തുന്നത്? കൺസപ്ഷൻ ഡിവൈഡ് ബൈ ഇൻകം, നമ്മുടെ ഉപഭോഗം എത്രമാത്രമാണ്, നമ്മൾ എന്തുമാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, അതിനെ വരുമാനം കൊണ്ട് ഹരിക്കുന്നതാണ് APC എന്ന് പറയുന്നത്. നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കൺസപ്ഷൻ തന്നിരിക്കുന്നത് എത്രയാണ്? 15 ആണ്. 15,000 ഡിവൈഡ് ബൈ 15,000 എത്ര കിട്ടി? APC 1 എന്ന് കിട്ടി. അടുത്ത് നോക്കിക്കോ, കൺസപ്ഷൻ തന്നിരിക്കുന്നത് 18,000 ആണ്, ഇൻകം തന്നിരിക്കുന്നത് 20,000 ആണ്. അപ്പോൾ 18,000 ഡിവൈഡ് ബൈ 20,000 എത്ര കിട്ടി? 0.9 ആണ് APC കിട്ടുന്നത്. അടുത്ത് നോക്കിയോ, കൺസപ്ഷൻ 21,000 ആണ്, ഇൻകം 25,000 ആണ്. അപ്പോൾ 21,000 ഡിവൈഡ് ബൈ 25,000 ചെയ്യുമ്പോൾ നമുക്ക് APC എത്ര കിട്ടി? 0.84 എന്ന് കിട്ടി. അടുത്ത നോക്കിക്കോ, കൺസപ്ഷൻ തന്നിരിക്കുന്നത് 23,500 ആണ്, ഇൻകം തന്നിരിക്കുന്നത് 30,000 ആണ്. അപ്പോൾ 23,500-നെ 30,000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.78 ആണ് APC. ഓക്കെ, അടുത്ത നമുക്ക് കണ്ടെത്താനുള്ളത് MBC ആണ്. MBC എന്താണ്? ചേഞ്ചസ് ഇൻ കൺസപ്ഷൻ, അതായത് ഉപഭോഗത്തിൽ വന്ന മാറ്റവും ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം, വരുമാനത്തിൽ വന്ന മാറ്റം, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? MBC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് MBC കണ്ടെത്താൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ചേഞ്ചസ് ഇൻ, നമ്മൾ എന്താ പറഞ്ഞത്? ചേഞ്ചസ് ഇൻ കൺസപ്ഷൻ ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം കൺസപ്ഷനിൽ വന്നിട്ടുള്ള മാറ്റം, അതായത് ഈ 15,000-ൽ നിന്നും അതിന് മുമ്പുള്ളതാണ് കുറയ്ക്കേണ്ടത്. ഒരു നമ്പർ ഉണ്ടോ? ഇല്ല, തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല, ജസ്റ്റ് ഒരു ഹൈഫൻ ഇട്ടേക്കുക. ഓക്കെ, അടുത്ത നോക്കിക്കേ, അടുത്ത് തന്നിരിക്കുന്നത് ചേഞ്ചസ് ഇൻ കൺസപ്ഷൻ എത്രയാണ്? 18,000 ഉണ്ട്, അതിന് മുമ്പ് എത്ര ആയിരുന്നു? 15,000 ആണ്, അല്ലേ? അപ്പൊ ഈ 18,000-ൽ നിന്നും അതിന് മുമ്പത്തെ എത്രയാണ്? 15. അപ്പൊ 18,000-ൽ നിന്നും 15,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 3,000 കിട്ടി. ഓക്കെ, അപ്പൊ അതെന്താണ്? അത് ചേഞ്ചസ് ഇൻ കൺസപ്ഷൻ ആണ്, ഡിവൈഡഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം. 20,000-ൽ നിന്നും 15,000 കുറയ്ക്കണം, എത്ര കിട്ടി? 5,000 കിട്ടി. ഓക്കെ, അപ്പൊ 3,000 ഡിവൈഡ് ബൈ 5,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.6 ആണ് നമുക്ക് MBC ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കോ, അടുത്ത് തന്നിരിക്കുന്ന ചേഞ്ചസ് ഇൻ കൺസപ്ഷൻ നോക്കിയേ, 21,000 ആണ് തന്നിരിക്കുന്നത്, അതിന് മുമ്പത്തെ 18,000 ആണ്. അപ്പൊ 21,000-ൽ നിന്നും 18,000 കുറയ്ക്കുമ്പോൾ നമുക്ക് 3,000 കിട്ടി, ഡിവൈഡ് ബൈ വരുമാനത്തിൽ വന്ന മാറ്റം. ഇപ്പോഴത്തെ 25,000 ആണ്, അതിന് മുമ്പുണ്ടായിരുന്ന 20,000 ആണ്. അപ്പൊ 25,000 മൈനസ് 20,000 5,000 കിട്ടി. അപ്പം നോക്കിയേ, 3,000 ഡിവൈഡ് ബൈ 5,000 എത്ര കിട്ടി? 0.6 തന്നെയാണ് MBC കിട്ടിയിരിക്കുന്നത്. അടുത്ത് നോക്കിക്കോ,
കൺസംഷൻ തന്നിരിക്കുന്നത് 23,500 അതിന് മുമ്പത്തെ കൺസംഷൻ എത്രയാണ്? 21,000. അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഒരു 2,500 വ്യത്യാസം വരുന്നത്. അപ്പൊ 2,500 ഡിവൈഡ് ബൈ ഇവിടുത്തെ ഇൻകം 30,000, ഇതിന് മുമ്പത്തെ ഇൻകം 25,000. അപ്പം 2,500 ഡിവൈഡ് ബൈ 5,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? അവിടുത്തെ MBC 0.5 കിട്ടി. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് APS ആണ്. എന്താണ് APS? സേവിങ്സ് ഡിവൈഡ് ബൈ ഇൻകം. അതായത് നമ്മുടെ സേവിങ്സ് എത്രമാത്രമാണ് അതിനെ നമ്മൾ എന്താണ് വരുമാനം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണെന്ത് APS എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സേവിങ്സ് എത്രയാണ്? 0 ആണ്. അവിടുത്തെ ഇൻകം തന്നിരിക്കുന്നത് 17,000 ആണ്. അപ്പൊ 0 ഡിവൈഡ് ബൈ 17,000 എത്രയാണ്? 0 തന്നെയാണ് വരുന്നത്. അടുത്ത നോക്കിക്കോ, സേവിങ്സ് തന്നിരിക്കുന്നത് 2,000 ആണ്. അതുപോലെ തന്നെ ഇൻകം തന്നിരിക്കുന്നത് 20,000 ആണ്. അപ്പൊ 2,000 ഡിവൈഡ് ബൈ 20,000 ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടി? 0.1 APS ആയിട്ട് കിട്ടി. അടുത്ത് നോക്കിയോ, സേവിങ്സ് തന്നിരിക്കുന്നത് 4,000 ആണ്. 4,000 ഡിവൈഡ് ബൈ അവിടുത്തെ ഇൻകം 25,000 ആണ്. അപ്പൊ 4,000 ഡിവൈഡ് ബൈ 25,000 ചെയ്തപ്പോൾ നമുക്ക് APS എത്ര കിട്ടി? 0.16 ആണ് കിട്ടിയത്. അടുത്ത് നോക്കിയോ, അവിടെ സേവിങ്സ് തന്നിരിക്കുന്നത് 6,500 ആണ്. അവിടുത്തെ ഇൻകം എത്രയാണ് തന്നിരിക്കുന്നത്? 30,000 ആണ്. അപ്പൊ 6,500 ഡിവൈഡ് ബൈ 30,000 ചെയ്തപ്പോൾ നമുക്ക് APS അവിടെ എത്ര കിട്ടി? 0.21 കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് MBS ആണ്. എന്താണ് MBS? ചേഞ്ചസ് ഇൻ സേവിങ് ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം. അതായത് സേവിങ്സിലുണ്ടായ മാറ്റം ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം, വരുമാനത്തിലുണ്ടായ മാറ്റം. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? MBS കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താം. നോക്കിയോ, MBSൽ ആദ്യം നമുക്ക് സേവിങ്സിലുണ്ടായ മാറ്റം കണ്ടെത്തണം. ഇവിടെ 0 ആണ് തന്നിരിക്കുന്നത്. അതിന് മുമ്പുള്ള ഡേറ്റ എന്താണ് നമുക്കറിയാവോ? ഇല്ല. അപ്പൊ അതെന്താണ്? ആദ്യത്തെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, എഴുതേണ്ട കാര്യമില്ല. രണ്ടാമത് നോക്കിയോ, ഇവിടെ സേവിങ്സ് തന്നിരിക്കുന്നത് 2,000 ആണ്. അതിന് മുമ്പത്തെ ഡേറ്റ എത്രയാണ്? സേവിങ്സ് 0 ആണ്. അപ്പൊ 2,000-ൽ നിന്നും 0 കുറച്ച് എത്ര കിട്ടി? 2,000 തന്നെ കിട്ടുന്നു. അവിടുത്തെ ഇൻകം നോക്കാം, അതിന്റെ ഡിഫറൻസ് നോക്കാം. ഇൻകം ഇപ്പോഴത്തെ 20,000 ആണ്. അതിന് മുമ്പ് എത്ര ആയിരുന്നു? 15,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 20,000-ൽ നിന്നും 15,000 കുറച്ചപ്പോൾ എത്ര കിട്ടി? 5,000 ആണ് കിട്ടിയത്. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യുക. 2,000 ഡിവൈഡ് ബൈ 5,000 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.4 ആണ് MBS ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. അടുത്ത സേവിങ്സ് തന്നിരിക്കുന്നത് 4,000 ആണ്. അതിന് മുമ്പത്തെ ഡേറ്റ എത്രയാണ്? 2,000 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുമുള്ള വ്യത്യാസം 4,000-ൽ നിന്നും 2,000 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2,000 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതേ ഡിവൈഡ് ബൈ ഇവിടെ തന്നിരിക്കുന്ന ഇൻകം നോക്ക് 25,000. അതിന് മുമ്പത്തെ ഇൻകം എത്രയാണ്? 20,000. അവയുടെ വ്യത്യാസം 25,000-ൽ നിന്ന് 20,000 കുറച്ചപ്പോൾ എത്ര കിട്ടി? 5,000 കിട്ടി. അപ്പം MBS എങ്ങനെ കണ്ടുപിടിക്കണം? ചേഞ്ചസ് ഇൻ സേവിങ്സിലുണ്ടായ മാറ്റം എത്രയാണ്? 2,000 ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം, ഇൻകത്തിലുണ്ടായ വ്യത്യാസം എത്രയാണ്? 5,000 ആണ് വരുന്നത്. അപ്പൊ 2,000 ഡിവൈഡ് ബൈ 5,000 ചെയ്തപ്പോൾ എത്ര കിട്ടി? 0.4 MBS ആയിട്ട് കിട്ടി. അടുത്ത നോക്കിക്കോ, സേവിങ്സ് തന്നിരിക്കുന്നത് 6,500 ആണ്. അതിന് മുമ്പത്തെ എത്രയാണ്? 4,000 ആണ്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2,500 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻകം നിലവിലെ എത്രയാണ്? 30,000 ആണ് വരുന്നത്. നേരത്തെ ഇൻകം എത്രയാണ്? 25,000 ആണ്. അപ്പൊ നമ്മളുടെ വ്യത്യാസം 5,000 വന്നു. അപ്പോൾ 2,500 ഡിവൈഡ് ബൈ 5,000 ചെയ്യുമ്പോൾ നമുക്ക് MBS എത്രയാണ് കിട്ടുന്നത്? 0.5 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് ഈ ടേബിൾ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു കാര്യം അറിഞ്ഞിരിക്കണം, EPC എങ്ങനെ കണ്ടെത്താം? നമ്മുടെ കൺസപ്ഷനെ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്, നമ്മുടെ ഉപഭോഗത്തെ വരുമാനം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് EPC എന്ന് പറയുന്നത്. ദെൻ MBC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസപ്ഷൻ, ഉപഭോഗത്തിൽ വരുന്ന മാറ്റം ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം, വരുമാനത്തിൽ വരുന്ന മാറ്റമായിരിക്കും. ദെൻ APS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേവിങ്സിനെ വരുമാനം കൊണ്ട്, ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് APS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ MBS എന്താണ്? ചേഞ്ചസ് ഇൻ സേവിങ്, അല്ലെ? അതായത് സേവിങ്സിൽ വരുന്ന മാറ്റം ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ ഇൻകം, ഇത് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? MBS എന്ന് പറയുന്നത്.